മനസ്സിലായ? വെറുതെ അല്ല ഇങ്ങനെയുള്ളവർക്ക് തെറ്റിദ്ധാരണകളും കൺഫ്യൂഷൻ എല്ലാം തലയിൽ കൺഫ്യൂഷൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുവരെ ഈ നശ്വരമായ സ്ത്രീ, നശ്വരമായ ഹ്യൂമൻസ്, നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കുന്നവർക്ക് എന്താണ് ഉണ്ടാവണേ? എന്താണ് ഉണ്ടാവാത്തത്? സ്വന്തം ജീവിതത്തിലുള്ള കാര്യമൊന്നും പറയാനില്ല. അവരുടെ ഒരു മിഥ്യധാരണ ഹിസ്റ്ററിയിലില്ലാത്തത്. ഒരു സ്ത്രീയോ ഇതുവരെ 10-30 കൈ വെച്ചിട്ട് ജനിച്ചിട്ടില്ല. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ അബ്നോർമാലിറ്റിയാണ്. തലയ്ക്ക് വിവരമില്ലാത്ത വിഗ്രഹങ്ങളെ ജീവനില്ലാത്ത ആരാധിച്ച് നടക്കണതിന് കിട്ടുന്നതാണ് നശ്വരമായ ചെത, നശ്വരമായ തീ കത്തിച്ച് കളയുന്നത്. അതുപോലെ തന്നെ 10 തല വെച്ചിട്ട് ഒരു ഇതുവരെ ആര് ജനിച്ചിട്ടില്ല. അത് മിഥ്യധാരണയാണ്. മിഥ്യ എന്താ പറയണ? മിഥ്യ ക്യാരക്ടേഴ്സ്. അതുപോലെ 5 തലയുള്ള പാമ്പിൻ്റെ തലമേൽ ഒരു സാധനം കിടക്കണത്. നശ്വരമായ സ്ത്രീ, നശ്വരം ഹ്യൂമൻസിനെ ആരാധിക്കുന്ന കുമ്മുട്ടി, ഷൂറുഖാൻ, കോഹലാൽ പോലത്തെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയുന്ന വിഡ്ഢികളാണ്. പൂമുക്കോയ, കുമ്മുട്ടിയുടെ കുരുട്ട് മോന്ത കണ്ട രണ്ടും സെയിം ആണ്. വിടരില്ല. അത് കുരുട്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ വന്നിട്ട് ഒരു പറപ്പിച്ച മാത്രം പറയാം. എന്താ വെച്ചാൽ സ്വന്തമായിട്ട് അവർക്ക് പറയാറിയില്ല. തത്രപ്പെട്ട് കല്യാണം കഴിക്കും, തത്രപ്പെട്ട് മക്കളുണ്ടാക്കും, തത്രപ്പെട്ട് ജോലി ചെയ്യും. സ്വന്തമായിട്ട് ജീവിതത്തിനുള്ളത് ഒരു സമയത്ത് നടക്കും. അതാ വേണ്ട. പക്ഷെ ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിച്ച് സ്വാമി വേഷം കെട്ടി, പാതിരി വേഷം കെട്ടി, ആവശ്യമില്ലാത്ത പാതിരികളുടെ ആവശ്യമില്ല നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ബൈബിൾ എടുത്ത് ഞാൻ എത്ര പ്രാവശ്യം ബൈബിൾ ഞാൻ ഫുള്ള് വായിച്ചിട്ടുള്ളവനാണ്. അപ്പോൾ എനിക്കറിയാം ചൈനയിൽ ബൈബിൾ ഇല്ല, അവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ല, ജപ്പാനിൽ ബൈബിൾ ഇല്ല. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധാരണ തന്നെ നിങ്ങളായിരുന്നു ഊട്ടി വാങ്ങുന്നത്. ജപ്പാനിലോ ചൈനയിലോ തായ്ലാൻഡിലോ വലിയ ക്രിസ്ത്യാനിറ്റി ഒന്നും ഇല്ല. അവിടെ ചൈനയിൽ ക്രിസ്ത്യാനിറ്റി ബാൻഡാണ്, ജപ്പാനിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവിടെ സുനാമികളൊക്കെ തുടർച്ചയാണ്. കണ്ടു മുങ്ങിനി വരലില്ല അവിടെ. 3 തുള്ളി വെള്ളം ഒഴിക്കുന്ന പോട്ടെ, മുങ്ങിനി വരലില്ല. 3 തുള്ളി വെള്ളം ഒഴിക്കാനും പാടില്ലേ, അത് വേറെ കാര്യം. ചൈനയിൽ ബൈബിൾ നിരോധിച്ചിരിക്കുകയാണ് അന്നേ തൊട്ട്. 2000 വർഷം തൊട്ടാണ്, ഇപ്പോൾ തൊട്ടാണെങ്കിലും. അപ്പോൾ 1500 വർഷം തൊട്ട് ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് എന്തോ പാതിരി വേഷം കെട്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആണത്വമില്ലാത്ത ആണുങ്ങൾക്ക് പെണ്ണത്വമില്ലാത്ത തോണ്ടി ഹാരിസ എന്ന് വിളിക്കുക. ഒന്ന് മുഖത്ത് നോക്കി, എന്താ അങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഗുട്ക കഴിക്കണ, ബീഡി വലിക്കണ കാര്യം, അല്ലെങ്കിൽ വിഷുവിനെ കുറിച്ചാണ്. ഏത് ദുർഗാ പൂജ, ഐശ്വര്യണ്ട വാക്കുകൾ പറയുമ്പോൾ തന്നെ ദുർഗാ പൂജ, ദസറ, ദീപാവലി, ഹോളി എല്ലാ വക ചെകുത്താൻ വിഡ്ഢികളെ ആരാധിച്ച് നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിന് കുറേ കുരുട്ടുകളുണ്ട്. നശ്വരമായ മൃഗങ്ങളെ ആരാധിച്ച് ഇല്ലാണ്ടാവുക. എന്നിട്ട് അവസാനം ക്രിമിയാട്ടം എന്നത് നശിക്കുമ്പോൾ കിടപ്പിലാകുമ്പോൾ ഇതാ പറയാൻ പോണേ, ഞങ്ങൾ ബ്രെയിൻ എങ്ങനെയാ ആക്സിഡൻ്റായി ഞങ്ങൾക്ക് അറിയില്ല. ഒരു ആക്സിഡൻറ്റ് പറയുമ്പോൾ ചെകുത്താൻ കുട്ടികളുടെ ആക്സിഡൻ്റായി ക്രിമിയാട്ടം ചിരിച്ചിട്ട് വാളിഞ്ചേരി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ തുറന്നു വരും. ബെഡ് റെസ്റ്റായി, ബെഡ് നോക്കാം, ഭേദാവും സുഖാവും, ഒക്കെ ശരിയാവും. തലയ്ക്ക് വിവരമില്ലാത്ത വിഡിത്തം. ഈ ദസറയും ഓണം ആഘോഷിക്കാത്ത ആരെ പറഞ്ഞതെന്നായിരിക്കും പിന്നെ ഓർമ്മ ഉണ്ടാവില്ലേ. ദസറയും ദീപാവളിയും 5 മാസം 1 വർഷം കിടക്കല്ലേ. ഇവർക്ക് തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ നടക്കും. അത് നിരന്ന് കിടക്കാണ്, നിരന്ന് കൂട്ടി വാങ്ങാൻ. അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക? ഈ ദസറയും ഓണം ആഘോഷിക്കണവർ, ഹോളിയും വിഷുവും ആഘോഷിക്കണവർ, ഹിന്ദികൾ തന്നെ തോണ്ടി സംസാരിച്ചിട്ടില്ല. 9 വർഷം അവിടെ ഉണ്ടായിരുന്നു ഗോവയിൽ, ഇവിടെ 9 വർഷം ഉണ്ടായിരുന്നു, 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മലയാളികളായി ഹിന്ദിക്കാരായാലും ഓണത്തിനാ, വിഷുവിനാ, ഹോളി ആഘോഷിക്കാനും തോണ്ടിയെന്ന് ഹാരിസ് അങ്ങോട്ട് പോകാൻ ഒന്നുമില്ല. ഇതറിയാം അതാരാന്ന്, ശരിക്കുള്ളതാണ്. ഒരു ജീവില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച്, മിഥ്യ ക്യാരക്ടേഴ്സിനെ ആരാധിച്ച് അവർക്ക് ശക്തി ഇല്ലാണ്ടായിരിക്കുകയാണ്. തന്തയുടെ തലയുടെ റീടാർഡനൈസർ അനുകരിച്ചിട്ടേ തലയ്ക്ക് വെളിവില്ലാണ്ട് ആരെന്താണെന്ന് അറിയില്ല. കുറേ ശോഷിച്ച ഹിന്ദുസും ഫേക്ക് ബർത്ത് ഡേറ്റ് ഉള്ളവരെയും ഫേക്ക് പേരുകളുള്ളവരെയും വിശ്വസിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാവുക. നാവട്ടെ എല്ലാം നടക്കേണ്ട സമയത്ത് നടന്നോളൂ. ഈ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ഹിന്ദികളാണ് അത് മൊത്തം. ഈ ഹിന്ദികളിൽ നിന്നാണ് ഹിന്ദുസ് വരണത്. മലയാളി ആയിക്കോട്ടെ, തൊമ്മളയാട്ടി ആയിക്കോട്ടെ, ഏത് പണ്ടാരായിക്കോട്ടെ, എല്ലാം ചെകുത്താൻ വിഡ്ഢികളെ ആരാധിച്ച് ഇല്ലാണ്ടാവുന്ന ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കാണ്ട് ഈ ഇങ്ങനെയുള്ള തേവടിച്ച്, ഇതിനെ അർത്ഥം ജീവനില്ലാത്ത പ്രതിമകളും ചെകുത്താൻ വിഡ്ഢികളെ ആരാധിക്കണവര്, മരിച്ചവർക്ക് ആരാധിക്കണവര് തേവിടിച്ചികൾ. എന്നിട്ട് ഈ തേവിടിച്ചികൾ, ഞാൻ ഹിന്ദുക്കളുടെ അടുത്തോടെ പോയിട്ടില്ല. ഹിന്ദുക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് വേണ്ട, ചോദിച്ച മുസ്ലിംസ് എൻ്റെ അടുത്ത് വന്നിട്ട് വേണ്ട അവരുടെ അടുത്തോടെ പോകാൻ. ഞാൻ പറഞ്ഞേ, ലവ് കൊടുക്കും, എന്ത് ചെയ്താലും, എന്ത് ലവ് വീഡിയോസ് കാണും, അതിൽ കുറ്റം ശോഷിച്ച വാക്കുകൾ പറയണ്ട. ഇത് ശോഷിച്ച വാക്കുകൾ മാറ്റാനുള്ള കാര്യങ്ങൾ പറയണേ അല്ലേ? അല്ലാണ്ട് തമ്മിൽ കുഴി ചാടിച്ചോ അങ്ങനെയാണോ പറയണേ? അല്ല, അപ്പോഴും മാറാൻ തയ്യാറല്ലാന്ന്.
ഈ നിങ്ങൾ ഈ എലീനെ വരെ എലിയാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. എലീനെ വരെ മാലിട്ട് പൂജിക്കണവരാ. ആനത്തലകൾ വെറുതെ അല്ല ഈ കിണറ്റിൽ ചാടണം. ഈ അടുത്ത് വിഷുടെയും ഗുണേഷ് ചതുർത്ഥിയുടെ സമയത്ത് അത് മനഃപൂർവ്വം ചിലവർ ആനനെ കൊണ്ട് കിണറ്റിൽ കൊണ്ട് കുഴിച്ചടിക്കും. അവിടെ തമ്മിൽ കുഴിച്ചടിക്കുക. അപ്പോൾ ഈ ചെകുത്താൻ വെഡ്ഡികൾക്ക് തന്നെ അറിയാം സ്വയം ചെകുത്താൻ വെഡ്ഡികളാണ്. എന്നിട്ട് ഈ ചെകുത്താൻ വെഡ്ഡികൾ എന്താ ചെയ്യുക? ശോഷിച്ച മുസ്ലിംസും കുമ്മുട്ടിയും കോഹൻലാലും കുഞ്ചുവാര്യരും ഷൂറുഖ് ഖാനും എന്താ ചെയ്യുക? ഈ വെഡ്ഡിത്തം എലീനിയും ആനയാണോ ഇവർ സൃഷ്ടിച്ചത്? അല്ല, ആന സൃഷ്ടിച്ച ആനയുടെ പോലെ ഇരിക്കും ഇവരുടെ മോന്ത. ഇല്ല, ആന വെച്ചിരിക്കുക. അപ്പൊ ആനയും വലിയ പുഴുവിനെ വരെ ആരാധിക്കാൻ സാധ്യതയുണ്ട്. അവർ പറയും മഴ പെയ്യുമ്പോൾ പുഴു നൈട്രജൻ വിടും, എന്നാലും മണം വരുന്നുണ്ട് അവിടെ നിന്ന് താഴേന്ന് മണന്ന്. അപ്പൊ പുഴുവിനെ ആരാധിക്കാം. ജീവനുള്ള പുഴുവിനെ അവിടെ വെച്ചിട്ട് ആരാധിക്കും. കൊല്ലാൻ പാടില്ല, പുഴുവിനെ കൊല്ലരുത്. പുഴു നമ്മുടെ ശരീരത്തിൽ പറഞ്ഞത് പുഴുവിനെ കൊല്ലരുത്, പുഴുവിനെ ആരാധിക്കാം. ഇനി അങ്ങനെ ഒരു സമയം കൂടി വരാൻ സാധ്യത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വെഡ്ഡികളാണല്ലോ.